2022 മെയിനായിട്ട് 2 ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട് 2022. അതെന്തുകൊണ്ടാണ് 2 ക്വസ്റ്റ്യൻ പേപ്പർ വന്നതെന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല കേട്ടോ. അതിനെപ്പറ്റി എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല സംഭവം. ഇതിൽ എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2022 2 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പോൾ രണ്ടും ഞാൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ഇത് വന്നിട്ട് 2019 to 2020 അഡ്മിഷൻ്റെയാണ്. മറ്റേത് തോന്നുന്നു എനിക്ക് 21 അഡ്മിഷൻ്റെ ആണെന്ന്. അങ്ങനെ 2 ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താ കാര്യം എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ആർ ദ ആപ്ലിക്കേഷൻ ഓഫ് ഫോളോയിങ് മൈക്രോ ഓർഗാനിസം. ഇത് എക്കണോമിക് ഇമ്പോർട്ടൻസ് ആ ഭാഗത്ത് വരുന്നതാണ്. റൈസോബിയും ബാസിലസ് തുറിഞ്ചിയൻസിൻ്റെയും എക്കണോമിക് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷനാണ് ചോദിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ. പിന്നത്തെ ക്വസ്റ്റ്യൻ ബാക്ടീരിയോഫേജ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾ. പിന്നെ ബാക്ടീരിയൽ കോൺജുഗേഷൻ എന്താണ്, ബാക്ടീരിയൽ കോൺജുഗേഷൻ എന്നുള്ളതാണ് അടുത്ത പോർഷനിൽ വരുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റത്തെ 3 ക്വസ്റ്റ്യൻ എന്താണ്, നമ്മുടെ മൈക്രോബയോളജിത്തെയാണ്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, 2 എഡിബിൾ ഫഞ്ചൈൻ്റെ സയൻറ്റിഫിക് നെയിം എഴുതാനാണ് അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ എന്തൊക്കെ സിംറ്റംസ് ആണ് പിത്തിയം കാരണമുള്ള ഇൻഫെക്ഷനിൽ എന്തൊക്കെ സിംറ്റംസ് ആണ് കാണുന്നതെന്നാണ്. പിന്നെ യൂറിഡോസ്പോറും ടെലുട്ടോസ്പോറും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കോപ്രോഫില്ലസ് ഫംഗസിന് ഒരു എക്സാമ്പിൾ കൊടുക്കുക. അതാണ് ആ 4 ക്വസ്റ്റ്യൻ. 4 മുതൽ 7 വരെ നമ്മൾ മൈക്കോളജിയിൽ നിന്ന് വരുന്നതാണ്. ഇനി ലൈക്കണോളജിത്തെ 2 ക്വസ്റ്റ്യൻ ആണുള്ളത്. എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ലൈക്കൺ എഴുതാം. പിന്നെ എക്സാമ്പിൾ ഓഫ് ലൈക്കൺ വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ ഫുഡായിട്ട് യൂസ് ചെയ്യുന്ന ലൈക്കണിൻ്റെ എക്സാമ്പിൾ എഴുതാം. പിന്നെ ഡിഫൈൻ ഡിസീസ്, റൈറ്റ് ദ കോസറ്റീവ് ഓർഗാനിസം ഓഫ് ബഞ്ചി ടോപ്പ് ഓഫ് ബനാന ആൻഡ് ക്യുക്ക് വിൽട്ട് ഓഫ് പെപ്പർ. പിന്നെ വാട്ട് ഈസ് മീൻ ബൈ പ്ലാൻ ക്വാറന്റൈൻ. അപ്പോൾ 3 ക്വസ്റ്റ്യൻ പ്ലാൻ പത്തോളജിയിൽ വന്നു. അപ്പോൾ ഈ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ പോയിൻ്റ് വൈസ് പോയിൻ്റ് ആയിട്ട് എഴുതാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് അണ്ടർലൈൻ ചെയ്യാൻ ശ്രമിക്കാം. എന്നാലേ നോക്കുന്നവർക്ക് എളുപ്പത്തിൽ നോക്കാനും മാർക്ക് ഇടാനും തോന്നുള്ളൂ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം അണ്ടർലൈൻ ചെയ്യുക, അല്ലാതെ എല്ലാ പോയിൻറ്റ്സും ഇരുന്ന് അണ്ടർലൈൻ ചെയ്യരുത്. ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നത് മാത്രം അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, പിന്നെ വാരി വലിച്ച് എഴുതാതിരിക്കുക. അപ്പോൾ നോക്കുന്ന ആൾക്കാർക്ക് ഒരു മടുപ്പ് തോന്നും. വാരി വലിച്ച് എഴുതണ്ട, പോയിൻ്റ് വൈസ് പോയിൻ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഇതിപ്പോൾ ഇംഗ്ലീഷ് പേപ്പറൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് എഴുതണം. പക്ഷേ നമ്മൾ ബോട്ടണിയുടെ പേപ്പർ എന്ന് പറഞ്ഞാൽ അത്രമാത്രം എഴുതണമെന്നില്ല, പോയിൻറ്റ്സ് ഉണ്ടായാൽ മതി. ഓക്കെ, ഇനി സെക്ഷൻ ബിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ അതേ പാറ്റേൺ തന്നെ, നമ്മൾ പറഞ്ഞ അതേ പാറ്റേൺ 2023 അതേ പാറ്റേൺ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. 2019-20 അഡ്മിഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ബി പാർട്ടിൽ വരുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്, മൈക്രോ ഓർഗാനിസത്തിനെ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ ഓഫ് ആസിഡിൻ്റെ പ്രൊഡക്ഷനെ കുറിച്ചിട്ടുള്ളത് ആണ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ. പിന്നെ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ബാക്ടീരിയ, അങ്ങനെ 2 ക്വസ്റ്റ്യൻ ആയി. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ ബാക്ടീരിയോഫേജ്. അപ്പോൾ 3 മൈക്രോബയോളജിൻ്റെ ക്വസ്റ്റ്യൻ ആയി. പിന്നെ റൈറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് പെസൈസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എഴുതാൻ. പിന്നെ എന്താണ് ഫംഗൽ ടോക്സിൻ, അതിൻ്റെ എക്സാമ്പിൾ കൊടുക്കുക. അപ്പം മൈക്കോളജിയിൽ നിന്നുള്ള 2 ക്വസ്റ്റ്യൻ ആയി. പിന്നെ വാട്ട് ഈസ് ലൈക്കൺ, എന്താണ് ലൈക്കൺ, അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ, ലൈക്കൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിൻ്റെ ഡീറ്റെയിൽസ്. അപ്പം ലൈക്കണോളജിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനായി, 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനായി. പിന്നെ പ്ലാൻ പത്തോളജിയിൽ നിന്ന് 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബയോ കൺട്രോൾ ഓഫ് പ്ലാന്റ് ഡിസീസ്. ബയോ കൺട്രോളിനുള്ള പ്ലാൻ ഡിസീസിൻ്റെ ബയോ കൺട്രോളിന് യൂസ് ചെയ്യുന്ന വേരിയസ് ടെക്നിക്സ് എഴുതാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ 10 മാർക്കിൻ്റെ വന്നത് ഒന്ന് മൈക്രോബയോളജിയിൽ നിന്നും ഒന്ന് പ്ലാൻ പത്തോളജിയിൽ നിന്നുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏതെന്ന് വേണമെങ്കിലും വരാം. ഞാൻ പറഞ്ഞില്ല 2 ക്വസ്റ്റ്യൻ 10 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യനിൽ ഏതെന്ന് വേണമെങ്കിലും വരാം. മൈക്രോബയോളജിയിൽ നിന്ന്, മൈക്കോളജിയിൽ നിന്ന്, പ്ലാൻ പത്തോളജിയിൽ നിന്ന്, ലൈക്കണോളജിയിൽ നിന്ന്. അപ്പോൾ ഈ ഒരു പേപ്പറിൽ പ്ലാൻ പത്തോളജിക്ക് എത്രയാണ്, 21 മാർക്ക് പ്ലാൻ പത്തോളജിയിൽ നിന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, എങ്ങനെ വേണമെങ്കിലും വരാം, നേരെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ വരാം. ഇതിൽ ബാക്ടീരിയൻ്റെ റീപ്രൊഡക്ഷനും അതുപോലെ പ്ലാന്റ് ഡിസീസസിൻ്റെ സിംറ്റംസിനെ കുറിച്ചൊരു എസ്സേ ആണ്. അതാണ് 2022 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ഇതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് എന്തുകൊണ്ടാണ് 2 ക്വസ്റ്റ്യൻ പേപ്പർ വന്നത് എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. ഇത് 2021 അഡ്മിഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് 8 ക്വസ്റ്റ്യൻ എഴുതാം.
മിനിമം 8 ക്വസ്റ്റ്യൻ എഴുതണം. എല്ലാ ക്വസ്റ്റ്യനും എഴുതിയത് കൊണ്ട് കുഴപ്പമില്ല. ഇതിൻ്റെ ഓവറോൾ സീലിംഗ് എന്ന് പറയുന്നത് 24 അത് എന്തുകൊണ്ട് 24 കൊടുത്തു എന്ന് എനിക്കറിയില്ല. നമ്മൾ നേരത്തെ വരെയുള്ളതിൽ 20 സീലിംഗ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വാട്ട് ആർ ഹോസ്റ്റോറിയ, വാട്ട് ഈസ് ഇറ്റ്സ് ഫങ്ഷൻ. ഇത് മൈക്കോളജിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ലൈക്കൻ ആസ് ഫുഡ്. ഇത് ലൈക്കനോളജിയിൽ നിന്ന് വരുന്നതാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആസ്കോസ്പോർസ് ആൻഡ് ബെസിഡിയോസ്പോർസ്. ഇത് മൈക്കോളജിയാണ്. ബ്രിങ് ഔട്ട് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രോത്ത് ഫോംസ് ഇൻ ലൈക്കൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. അത് ലൈക്കനോളജിയിൽ നിന്ന് വരുന്നതാണ്. പിന്നെ ഡിഫറൻഷിയേറ്റ് ക്ലീസ്റ്റോത്തീസിയം ഫ്രം പെരിത്തീസിയം. അത് മൈക്കോളജിയാണ്. പിന്നെ മെൻഷൻ ദ കോസറ്റീവ് ഓർഗൻസ് ഓഫ് ഗ്രേ ലീഫ് സ്പോട്ട് ഓഫ് കോക്കനട്ട്. റൈറ്റ് എനി 2 കൺട്രോൾ മെഷേഴ്സ് അഗെയിൻസ്റ്റ് ദ ഡിസീസ്. ഇത് പാത്തോളജിയിൽ നിന്ന് വരുന്നതാണ്. വാട്ട് ഈസ് SCP, സിംഗിൾ സെൽ പ്രോട്ടീൻ എന്താണ്. പിന്നെ ഡിഫറൻഷിയേറ്റ് സ്പൊറാഡിക് ഡിസീസ്, അത് പ്ലാന്റ് പാത്തോളജിയാണ്. പിന്നെ ബ്രിങ് ഔട്ട് ദ ഡിസ്റ്റിങ്വിഷിംഗ് ക്യാരക്ടർ ഓഫ് അനോമോർഫിക് ഫഞ്ചൈ, അത് മൈക്കോളജിത്തെയാണ്. വാട്ട് ഈസ് റിട്രോ വൈറസ്, അതിൻ്റെ എക്സാമ്പിൾസ്. പിന്നെ റൈറ്റ് നോട്ട് ഓൺ ക്വാറന്റൈൻ മെഷേഴ്സ്. വാട്ട് ആർ മീസോസോംസ്, മെൻഷൻ എനി ഓഫ് ഇറ്റ്സ് അസ്യൂംഡ് റോള്. ഓക്കെ, അപ്പോൾ മീസോസോം എന്ന് പറയുന്നത് ബാക്ടീരിയയിൽ വരുന്നതാണ്. റിട്രോ വൈറസും മൈക്രോബയോളജിയിൽ വരുന്നതാണ്. അപ്പോൾ 1, 2. പിന്നെ SCP മൈക്രോബയോളജിയിൽ വരുന്നത്. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ആയി. പിന്നെ മൈക്കോളജിയിൽ നിന്ന് വരുന്നത് ഹോസ്റ്റോറിയ. ഓക്കെ, ആസ്കോസ്പോർസ് 2 ക്വസ്റ്റ്യൻ ആയി. പിന്നെ 3 ക്വസ്റ്റ്യനായി. ക്ലിസ്റ്റോത്തീസിയം പെരിത്തീസിയം 3 ക്വസ്റ്റ്യനായി. 4ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ അനോമോർഫിക് ഫഞ്ചൈ, അപ്പോൾ 4 ക്വസ്റ്റ്യനായി. ആ പാറ്റേൺ സെയിം തന്നെയാണ്, പക്ഷേ ആ ഒരു ഓർഡർ തെറ്റിച്ചിട്ടാണ് കൊടുത്തത്. മറ്റേതിലൊക്കെ കറക്റ്റ് ഓർഡറിൽ 3, 4, 2, 3 ആ രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ 24 മാർക്കാണ് ഇതിന് സീലിംഗ് കൊടുത്തിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, ഇനി B സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ ന്യൂട്രീഷൻസ്, ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ന്യൂട്രീഷൻ ഫൗണ്ട് ഇൻ ഫഞ്ചൈ, മൈക്രോബയോളജി ഓഫ് മിൽക്ക് പ്രൊഡക്ട്സ്, suitable diagrams explain the ultrastructure of bacterial cell, describe the etiology, symptoms and control measures of spongy top of banana, bring out the role of lichens in soil formation and pioneer of xerosphere, write notes on rhizosphere and phyllosphere, microbial flora and its role to plants, explain the importance of fungi in agriculture. ഓക്കെ, ഇതിൽ മെജോറിറ്റി കൂടുതലും മൈക്കോളജി എന്നാണ് ചോദിച്ചെന്ന് തോന്നുന്നു. 13ാമത്തെ ക്വസ്റ്റ്യൻ മൈക്കോളജിയാണ്. 18ഉം 19ഉം 3 ക്വസ്റ്റ്യൻ മൈക്കോളജിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. 1 ക്വസ്റ്റ്യൻ പാത്തോളജിയിൽ നിന്നും, 1 ക്വസ്റ്റ്യൻ ലൈക്കനോളജിയിൽ നിന്നും, 2 ക്വസ്റ്റ്യൻ മൈക്രോബയോളജിയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ഫഞ്ചൈയും ബാക്ടീരിയോഫേജിൻ്റെ ക്ലാസിഫിക്കേഷൻ, ആർക്കിടെക്ചർ, മൾട്ടിപ്ലിക്കേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ B സെക്ഷനിൻ്റെ ഓവറോൾ സീലിംഗ് 25 കൊടുത്തത്. പിന്നെ നമ്മുടെ C പാർട്ടിന് 11 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തോ ക്വസ്റ്റ്യൻ പാറ്റേണിൽ എന്തോ ഒരു വ്യത്യാസം വന്നതാണ്, എന്താണെന്നറിയില്ല. ഇതാണ് 2022 വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഇതാണ്. ഇത് 2021 അഡ്മിഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ പാറ്റേണിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സെയിം ആണ്. നേരത്തെ പറഞ്ഞ പോലെ 3, 2 അങ്ങനത്തെ തന്നെയാണ്. ചെറിയ വേരിയേഷൻസ് വന്നിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതെന്തുകൊണ്ടാണെന്നറിയില്ല. അപ്പോൾ ഇതാണ് 2022 ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോർഷൻസ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പഠിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.